ഹലോ എവ്രി വൺ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് +2 ബോട്ടണിയിലെ 6th ചാപ്റ്ററാണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. ഫസ്റ്റ്, എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫിസിയോളജിക്കൽ, മോർഫോളജിക്കൽ, ബിഹേവിയറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓർഗാനിസം that enable the organism to survive and reproduce in its habitat is called adaptation. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഏതൊരു ഫിസിയോളജിക്കൽ, മോർഫോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ആ ഓർഗാനിസത്തിനെ അതിൻ്റെ ഹാബിറ്റാറ്റിൽ, അതിൻ്റെ വാസസ്ഥലത്ത് പുനരുൽപ്പാദിപ്പിക്കാനും സർവൈവ് ചെയ്യാനും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഇനി ഡിസേർട്ട് അനിമൽസിലെ അഡാപ്റ്റേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് ഡിസേർട്ട് അനിമൽസ്. ഇമേജിൽ കാണുന്നത് നോർത്ത് അമേരിക്കൻ ഡിസേർട്ടിൽ കാണുന്ന കാംഗ്രൂ റാറ്റാണ്. ഈ കാംഗ്രൂ റാറ്റ് അതിൻ്റെ ഇൻറ്റേർണൽ വാട്ടർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതായത് ഫാറ്റ് ഓക്സിഡേഷൻ നടത്തിയിട്ടാണ് അത് അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത്. ഫാറ്റ് ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ വാട്ടർ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതിനെന്താണ്, ഈ കാംഗ്രൂ റാറ്റിന് അതിൻ്റെ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്, സോളിഡ് യൂറിനാക്കി മാറ്റാൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് മിനിമം വാട്ടർ മാത്രം നഷ്ടപ്പെട്ടു പോവുക, വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിസേർട്ട് ലിസാർഡ്സ് ഒക്കെ അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിഹേവിയറൽ മീൻസിലാണ്. അതായത് ഡിസേർട്ട് ലിസാർഡ്സ് ഒക്കെ അവരുടെ ബോഡി സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യും, എന്നിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യും അവരുടെ ബോഡി ടെമ്പറേച്ചർ ലോ ആയിരിക്കുമ്പോൾ. എന്നിട്ട് ബോഡി ടെമ്പറേച്ചർ ഹൈ ആയി കഴിയുമ്പോൾ അവ ഷെയ്ഡിലേക്ക്, അതായത് തണലത്തേക്ക് മാറിയിരിക്കും. അതായത് ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ സൺലൈറ്റിൽ പോയി ബോഡി എക്സ്പോസ്ഡ് ആയി ചൂടാക്കുന്നു. ഇനി ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ തണലത്ത് പോയിരിക്കുന്നു. സം റോഡൻറ്റ് ഹൈഡ് ഇൻ ദെയർ ബോറോസ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ എബവ് ഗ്രൗണ്ട് ഹീറ്റ്. അതായത് ഈ ഗ്രൗണ്ടിന് മുകളിലുള്ള ഹീറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില റോഡൻസ് ഒക്കെ ഈ മാളങ്ങളിലൊക്കെ, ബോറോസിലൊക്കെ പോയി ഒളിച്ചിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഡിസേർട്ട് പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസേർട്ട് പ്ലാന്റ്സ്, അതായത് നമ്മുടെ കാക്ടസ് പോലെയുള്ള ഡിസേർട്ട് പ്ലാന്റ്സിലൊക്കെ അവയ്ക്ക് തിക്കായിട്ടുള്ള വാക്സി കോട്ടിങ്സ് ഒക്കെ ഉണ്ടാകും ലീഫിൽ. അതിനെ നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയും. എന്തിനാണ് ഈ തിക്കായിട്ടുള്ള വാക്സി കോട്ടിങ് ലീഫിൽ? വാട്ടർ ലോസ് ട്രാൻസ്പിരേഷൻ വഴി മിനിമം ആക്കാൻ, അതായത് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക ട്രാൻസ്പിരേഷൻ വഴിയുള്ള. പിന്നെ ഇവിടെ സ്റ്റൊമാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡീപ്പ് പിറ്റ്സിലാണ്, അതായത് വളരെ താഴ്ന്ന ഓരോ പിറ്റ്സുകളിലാണ് സ്റ്റൊമാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ്? ട്രാൻസ്പിരേഷൻ വഴിയുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പാത്വേ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഡേ ടൈമിൽ മിനിമം ലോസ് ഓഫ് വാട്ടർ ആക്കുന്നു. വാട്ടർ ലോസ് ഡേ ടൈമിൽ വളരെ കുറയ്ക്കുന്നു. കാരണം ഡേ ടൈമിൽ എന്താകുന്നു? സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഈ ഫോട്ടോസിന്തറ്റിക് പാത്വേയിൽ, CAM പാത്വേയിൽ ഈ സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അവിടെ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഡിസേർട്ട് പ്ലാന്റ്സ് ആയിട്ടുള്ള ഓപ്പൻഷ്യയൊക്കെ സ്പൈൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലീവ്സിന് പകരം സ്പൈൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ സ്പൈൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ഫങ്ഷനാണ്. ദെൻ അപ്പോൾ അഡാപ്റ്റേഷൻസ് ഓഫ് ഡിസേർട്ട് പ്ലാന്റ്സ് എന്തൊക്കെയാണ്? അവയ്ക്ക് തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടാകും, വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ. സങ്കൺ സ്റ്റൊമാറ്റ ഡീപ്പ് പിറ്റ്സിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. CAM പാത്വേ, അതായത് അവിടെ സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കും. ക്രാസ്ലേസിയൻ ആസിഡ് മെറ്റാബോളിസം, CAM പാത്വേ ആണ് അവിടെ. സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ് ആയിരിക്കും, നൈറ്റ് ടൈമിൽ ഓപ്പൺ ആവും CO2 റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പൈൻ ലീവ്സ് ആണ്, അതായത് അവിടെ ലീവ്സൊക്കെ സ്പൈനി സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പിരേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫോട്ടോസിന്തസിസ് അവിടെ നടത്തുന്നത് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് സ്റ്റെംസ് ആണ്. അതിന് എക്സാമ്പിളാണ് ഓപ്പൻഷ്യ. ദെൻ
അഡാപ്റ്റേഷൻസ് ഓഫ് മാമൽസ് ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്, അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോളാർ റീജിയൻസിലൊക്കെ നമ്മൾ പോളാർ ബിയറിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പോളാർ റീജിയൻസിലൊക്കെയുള്ള പോളാർ ബിയേഴ്സ് ഇവിടെ ഇമേജിൽ കാണുന്ന പോലെ അതിന് ചെറിയ ചെവികളായിരിക്കും, സ്മോൾ ഇയേഴ്സ് ആയിരിക്കും. ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്മോൾ ഇയേഴ്സ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ തിക്ക് ഫറായിരിക്കും, അതായത് കട്ടിയുള്ള അടുപ്പിച്ചടുപ്പിച്ച് രോമമായിരിക്കും. അതുപോലെ തന്നെ തിക്ക് ലെയർ ഓഫ് ബോഡി ഫാറ്റ് ഉണ്ട്. അതെന്തിന്, തണുപ്പിൽ നിന്ന് ബോഡിയെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്ക് ലെയറിലുള്ള ബോഡി ഫാറ്റ് ഉണ്ട്. പിന്നെ വെള്ള കളറിലുള്ള രോമങ്ങളായിരിക്കും. അത് കാമോഫ്ലേജ്, അതായത് ക്യാമോഫ്ലേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ വലിയ ഫീറ്റ് ആയിരിക്കും, ലാർജ് ഫീറ്റ് ആയിരിക്കും ടു സ്പ്രെഡ് ദ ബോഡി വെയ്റ്റ്, അതായത് ബോഡി വെയ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ ഫീറ്റ് ആയിരിക്കും. ദ വൈഡ് പോസ് ആക്ട് ആസ് എ ഗുഡ് പാഡിൽസ് ആൻഡ് സ്നോ ഷൂസ്, അതായത് ഈ മഞ്ഞിലൂടെ നടക്കാനായിട്ട് ഒരു നല്ല പാഡിലായിട്ടും അതുപോലെ തന്നെ സ്നോ ഷൂ ആയിട്ടും ഈ ലാർജ് ഫീറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെവികളായിരിക്കും, തിക്ക് ഫറും തിക്ക് ലെയർ ഓഫ് ബോഡി ഫാറ്റും ഉണ്ട്, വൈറ്റ് ഫർ ആയിരിക്കും, ലാർജ് ഫീറ്റ് ആയിരിക്കും. ഈ ഷോർട്ട് ഇയേഴ്സും ലിംസും സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറ്റ് ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ അലൻസ് റൂളിനാണ് പറയുന്നത്. പിന്നെ ഈ സീലിലൊക്കെ ആണെങ്കിൽ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്, അതിന് നമ്മൾ ബ്ലബർ എന്ന് പറയും. ബിലോ ദ സ്കിൻ, അത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും ബോഡി ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അഡാപ്റ്റേഷൻസ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എബവ് 3500 മീറ്റർ വി ഫീൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. ദിസ് ഈസ് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് ലോ അവൈലബിലിറ്റി ഓഫ് O2. അതായത് നമ്മളൊരു 3500 മീറ്ററിന് മുകളിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ ഉണ്ടാവും. അതായത് ചിലവർക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവായതുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നോസിയ മീൻസ് ഛർദ്ദിക്കാൻ വരുന്നു, ഫക്റ്റീഗ് ഭയങ്കര ക്ഷീണം, ഹേർട്ട് പാൽപിറ്റേഷൻ, ഹേർട്ട് ബീറ്റൊക്കെ കൂടും. അങ്ങനെ ഗ്രാജ്വലി വി അക്ലിമറ്റൈസ് ദ സിറ്റുവേഷൻ ബൈ ഫോളോയിങ് അഡാപ്റ്റേഷൻസ്. അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ആകുന്നത് കുറച്ച് അഡാപ്റ്റേഷൻസ് വരുമ്പോഴാണ്. എങ്ങനെയാണ്? RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴി, ഇൻക്രീസിങ് RBC പ്രൊഡക്ഷൻ, ഇൻക്രീസിങ് ബ്രീത്ത് റേറ്റ്, നമ്മൾ ശ്വാസം എടുക്കുന്ന ആ ഒരു ബ്രീത്തിങ് റേറ്റ് കൂട്ടുമ്പോൾ, ദെൻ ഡിക്രീസിങ് ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് അഡാപ്റ്റേഷൻസ്. ദെൻ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.